മദീനയിലേക്ക് പോവാനുള്ള സമ്മതം നൽകി. ആ ഒരു സമ്മതം ലഭിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബും സഹാബാക്കളും വളരെ രഹസ്യമായി മദീനയിലേക്ക് നീങ്ങുകയാണ്. ആ സമയം പോലും അവർ വെറുതെ വിട്ടില്ല. മദീനയിലേക്ക് എത്തിയ മുസ്ലിമീങ്ങൾക്കിടയിലും ജൂതന്മാർക്കിടയിലും ഭിന്നിപ്പുണ്ടാക്കാൻ മുസ്ലിമീങ്ങളെയും മദീന നിവാസികളെയും തമ്മിലടുപ്പിക്കാൻ വേണ്ടി ഒരുപാട് ഉപായങ്ങൾ കണ്ടെത്തിയവർ മദീനക്കാരായ മദീന നിവാസികളുടെ ആടുകൾ മോഷ്ടിച്ചിട്ട്, മദീന നിവാസികളുടെ കന്നുകാലികൾ മോഷ്ടിച്ചിട്ട് അവരവിടെ പ്രചരണം നടത്തി. മദീനയിലേക്ക് വന്ന മുസ്ലിമീങ്ങളാണ് ഈ നാൽക്കാലികൾ മോഷ്ടിച്ചതെന്ന്, മദീനയിലേക്ക് കടന്നു വന്ന മുസ്ലിമീങ്ങളാണ് ഈ നാൽക്കാലികളെയും ആടുമാടുകളെയും മോഷ്ടിച്ചതെന്നുള്ളൊരു പ്രചരണം നടത്തി. എന്തിനെ? ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിക്കുക, ഭരിക്കുക. അങ്ങനൊരു മദീനക്കാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് പ്രശ്നം അങ്ങനെയുണ്ടായി. പക്ഷെ വില്യം മൂർ എഴുതുന്നുണ്ട്, ലോകത്താദ്യമായി ബഹുസ്വരത എന്ന ഒരു ഭരണഘടന ഉണ്ടാക്കിയത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മതേതരത്വം കാത്തു സൂക്ഷിച്ച് എല്ലാ മതങ്ങൾക്കും മദീനയിൽ ജീവിക്കാം. അത്ഭുതത്തോടെ വില്യം മൂർ പറയുന്നുണ്ട് തന്റെ ഗ്രന്ഥത്തില്, ആദ്യമായിട്ടൊരു ഭരണഘടന നിർമ്മിക്കാൻ. ഇന്ത്യക്ക് 1900 ഭരണഘടന നിർമ്മിച്ചത്. പക്ഷെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് ചെന്നിട്ട് അവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കി. മദീനയിൽ ഏത് മതക്കാർക്കും സ്വതന്ത്രമായി ജീവിക്കാം. ജൂതന്മാർക്ക് അവരുടെ ആരാധനകൾ ഉണ്ടാക്കാം, ജൂതന്മാർക്ക് അവരുടെ മതങ്ങളിൽ വിശ്വസിക്കാം, അവരുടെ ഇബാദത്ത് ആരാധനകൾ ചെയ്യാം, ക്രൈസ്തവർക്ക് അവരുടെ ആരാധനകൾ ചെയ്യാം, ബഹുദൈവ വിശ്വാസികൾക്ക് അവരുടെ ആരാധനകൾ ചെയ്യാം. പക്ഷേ രാഷ്ട്രമെന്ന നിലക്ക് നമ്മളൊന്നും ഒന്നാണ്. ഇന്ത്യ രാജ്യവും ഇന്ത്യ മഹാഭാരതവും ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. ഇവിടെ മുസ്ലിമീങ്ങൾക്ക് അവരുടെ ആരാധനകൾ നടത്താം, ഹൈന്ദവർക്ക് അവരുടെ ആരാധനകൾ നടത്താം, ക്രൈസ്തവർക്ക് അവരുടെ ആരാധനകൾ നടത്താം. ഏത് മതസ്ഥർക്കും അവരുടെ ആരാധനാ കർമ്മങ്ങൾ സ്വതന്ത്രമായി ധൈര്യമായി നടത്താനുള്ള അവകാശം നൽകുന്നതോടൊപ്പം ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാനും ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇന്ത്യയും മുസൽമാനും ക്രിസ്ത്യനും മറ്റുള്ള മതസ്ഥരും ഒന്നിച്ച് ഇന്ന് കെട്ടുവപ്പോട് അവർക്കെതിരെ ശബ്ദിക്കാൻ, അതാണ് നമ്മുടെ ഭരണഘടന. അതാവണം നിലനിൽക്കേണ്ടതും. അല്ലാതെ മുസ്ലിമീങ്ങളും എല്ലാവരും ഒരു നിയമം അംഗീകരിക്കണമെന്ന് പറയുന്നത് ഭൂഷണമല്ല, അത് കുഴപ്പമുണ്ടാവാൻ ഇവിടെ സാധ്യതയുണ്ട്. ഇവിടെ ചർച്ച ചെയ്തതാണ് ആ വിഷയങ്ങളൊക്കെ. മദീനയിലെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലെത്തിയിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എഴുതി, ഏത് മതസ്ഥർക്കും അവരുടെ മതങ്ങൾ പിന്തുടരുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ മദീനയെ ആക്രമിക്കാൻ ആരെങ്കിലും കടന്നു വന്നാൽ, മദീനയെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ ഒരു എക്സ്പെഡിഷൻ മദീനയിലേക്ക് കടന്നു വന്നാൽ, മദീനക്കാരായ എല്ലാ മതക്കാരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നൊരു ഭരണഘടന ഇത് ലോകത്ത് ആദ്യമായി കൊണ്ടുവന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു